ഓഫീസിൽ ഉണ്ട്. അവരുടെ ഭർത്താവിനെ പോയി ഞാൻ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, വൃത്തിയായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തേച്ചു. അങ്ങനെ എന്റെ ലൈഫിൽ കയറി കളിച്ച് ചൊല്ലി സുഖമാകണ്ടല്ലോ, അങ്ങനെ ഞാൻ വിടുന്ന ഒരാളല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇനി എന്റെ പാസ്റ്റ് ഡിഗപ്പ് ചെയ്ത് പോയി ഇവള് പറഞ്ഞു, ഇപ്പൊ നാട്ടുകാരെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ട് ഇവളത്ര ചന്ദ്രവതി ഒന്നും അല്ല, ഒന്നെങ്കിൽ ഇവളെ പാസ്റ്റ് ഡിഗപ്പ് ചെയ്യുന്നതൊക്കെ പോയി തപ്പിക്കോളൂ. ഞാൻ അന്തസ്സായിട്ട് നിൽക്കും. ഒരാളുടെ മുമ്പിലും തലകുനിഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയും ഈ നിമിഷം വരെയും ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അന്തസ്സായിട്ട് എനിക്ക് തലയുയർത്തി തന്നെ പറയാം. അതുകൊണ്ടാണ് പ്രേമമില്ലെന്ന് ചോദിച്ചാൽ പ്രേമമില്ലെന്ന് അന്തസ്സായിട്ട് പറയുന്നത്. കാരണം പ്രണയം ഉണ്ടായിരുന്നില്ല എനിക്ക്. അതെങ്കിൽ എന്റെ പ്രണയം അഥവാ ഉണ്ടായപ്പോലും എന്റെ ഹൃദയത്തിൽ ഞാൻ കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. കാരണം അത് എന്റെ ഫാമിലിയുടെ സ്റ്റാറ്റസ് ഓർത്ത് അതൊരു തെറ്റാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ അന്ന് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അവരുടെ തല കുനിയാൻ പാടില്ല. എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ സൗകര്യങ്ങളൊന്നും വളർത്തിയതാണ്. അപ്പോൾ അച്ഛൻ്റെ ജീവിതം ത്യാഗം ചെയ്തുകൊണ്ട് മണലാരണത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നു പപ്പ. അമ്മയുടെ ജീവൻ ത്യാഗം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി അടുക്കളപ്പണിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മയുടെ വീട്ടിൽ ഒതുങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയി അവരെ വേദനിപ്പിക്കരുതെന്ന് ഒരു കോൺസെപ്റ്റ്, അത് എൻ്റെ മാത്രം കോൺസെപ്റ്റാണ്, അതൊരു ശരിയായ കോൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എൻ്റെ ഒരു മകളെന്ന നിലയിലും അന്നത്തെ കാലത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റ്